പീജൻ കണ്ണൂരിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കുറച്ച് പ്രാവുകൾ പ്രാവുകളെ കാണിച്ചു തരാനാണ്. ഇത് 2 പറവ നമ്മളിപ്പോൾ സെറ്റാക്കി വെച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ കുട്ടികളെടുത്തിട്ട് വേണം നമുക്ക് ഇനി പറപ്പിക്കാനും കാര്യങ്ങളെല്ലാം. നമ്മളടുത്ത് നിലവിലിപ്പോൾ ഒന്നും പറക്കുന്ന പറപ്പിച്ച പ്രാവുകളില്ല. അതുപോലെ ഇത് 2 പറവ നമ്മൾ സെറ്റാക്കി വെച്ച് റെഡിയാക്കി വെച്ചതാണ്. ഇനി ഇവരെ കുട്ടികളെടുത്തിട്ട് വേണം നമുക്ക് പറപ്പിക്കാനും കാര്യങ്ങളെല്ലാം. ഇനിയിപ്പോൾ കൊടുത്തതിനാൽ ഇത് ചിലപ്പോൾ തിരിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനൊന്ന് പുറത്തിളക്കാതെ കൂട്ടി തന്നെ വളർത്തുന്നത്. അതുപോലെ ഇത് 2 റേസിംഗ് ഹോമർ. ഇവരെ കഥ പറയാണ്ടിരിക്കലല്ലേ. ഇവരെ കൊണ്ടുവന്ന് അന്ന് തന്നെ നമ്മുടെ അടുത്ത് മിസ്സായി. അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഇവ 2 തിരിച്ചു കിട്ടി. കുറച്ച് വലിയൊരു എമൗണ്ടിൻ്റെ പ്രാവ് തന്നെയാണ്. നല്ല ലൈനേജ് റേസിംഗ് ഹോമറാണ്. ഇതിൻ്റെ മദറും ഫാദറും 550 കിലോമീറ്റർ ഫോളോ ചെയ്ത് വന്ന പ്രാവുകളാണ്. നല്ല ബേർഡാണ്, നല്ല ക്വാളിറ്റി ബേർഡാണ് 2 റേസിംഗ് ഹോമർ. അപ്പോൾ അതുപോലെ ഇതിന് 2 റേസിംഗ് ഹോമറാണ്. ഇവർ നമ്മളടുത്ത് കുറച്ച് കൂടുതലായി. പക്ഷെ ഇതുവരെ നമ്മളടുത്ത് ഇതൊന്നും ചെയ്തിട്ടില്ല. അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ ഇവരെ ഇപ്പോൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇങ്ങനത്തെ പെർഫോമൻസാണ് കാണിച്ചു നോക്കൽ. ക്യാമറ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അനങ്ങാണ്ട് നിൽക്കുക. അല്ലെങ്കിൽ ആമ്പ്രാവ് കുറച്ച് പെർഫോമൻസ് കൂടുതൽ. അതുപോലെ ഇത് 2 റോളർ വെറും നമ്മുടെ അടുത്ത് കുറച്ചായി. ഇവരിപ്പം എഗ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള പരിപാടി ഉണ്ട്. ഇപ്പോൾ പുള്ളിയും കാര്യങ്ങളെല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട്. 2-3 ദിവസത്തിനുള്ള എഗ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആദ്യം വാങ്ങിയ പ്രാവുകളാട്ടോ ഇതെല്ലാം. പിന്നെ അതിൻ്റെ ഇപ്പുറം നിൽക്കുന്ന ഒരു ആമ്പ്രാവിനെ കണ്ട നമ്മൾ ആദ്യം ഉണ്ടായ പ്രാവാണ്. കുറേ ആയി നമ്മളെടുത്ത്. ഇപ്പോൾ അതിന് കൊടുത്തിട്ട് പിന്നെ തിരിച്ചു വാങ്ങിയതാണ്. ഇതിപ്പോൾ അതിന് ജോഡിയൊന്നും ഇല്ല, സിംഗിളായിട്ട് ഇങ്ങനെ നിൽക്കുക. അതുപോലെ ഈ പറവി നമ്മൾ സിംഗിളായിട്ട് വെച്ചിട്ടില്ല. ഇതിൻ്റെ ജോഡി നമ്മളടുത്ത് മിസ്സായി പോയതാണ്. ജോഡി ആക്കിയിട്ട് കുറച്ച് ദിവസം ഇങ്ങനെ അവിടെ അതിന് കൊടുത്തരം മിസ്സായതാണ്. അതുപോലെ പിന്നെ അതിൻ്റെ അകത്തുണ്ട് 2 റേസിംഗ് ഹോമറുണ്ട്, 2 പറവുണ്ട് അതിൽ. പിന്നെ കുറച്ച് നാടൻ പ്രാവാണ്. നാടൻ പ്രാവിനെ വെച്ചിട്ടുണ്ടെങ്കിൽ എഗ് ചെയ്യിപ്പിച്ചിട്ട് നമുക്ക് തൊളിപ്പിക്കാനും വേണ്ടിയിട്ട് സാധാ പ്രാവിൻ്റെ മുട്ട ഒഴിവാക്കിയിട്ട് പറവൻ്റെ അല്ലെങ്കിൽ റേസിംഗ് ഹോമറിനായിട്ട് മുട്ട വെച്ച് കൊടുത്ത് തൊളിപ്പിക്കാനും വേണ്ടിയിട്ട്. അതുപോലെ ഇതൊരു റേസിംഗ് ഹോമറാണ്. ഇതും ചെന്നൈ മെയിലാണ്. ഇത്രയും പ്രാവുകൾ ഇപ്പോൾ നമ്മളെടുത്തുണ്ട് നിലവിൽ. ഇപ്പോൾ രാവിലത്തെ ഫുഡ് കൊടുക്കുന്നതിൻ്റെ തിരക്കിലാണ് എല്ലാവരും. ഭക്ഷണം കഴിക്കുന്നതിൻ്റെ തിരക്കാണ്. അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നല്ല പ്രാവുകൾ വീഡിയോസ് നമ്മൾ ഷോർട്സായിട്ട് കുറേ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കയറി കണ്ടിട്ട് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. നമ്മളെ നിലവിൽ ഇല്ല പ്രാവുകളാണ് ഇത് മൊത്തം. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു.